വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നു. നമ്മുടെ വേടന്റെ പുലിപ്പള്ളി കേസ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ? ആ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പുലിപ്പള്ളി കേസിൽ റാപ്പർ വേടന് കനത്ത തിരിച്ചടി. പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയാണെന്ന് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് കേസ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ്. വേടന് പുലിപ്പല്ല് കൈമാറിയെന്ന് സംശയിക്കുന്ന രഞ്ജിത്ത് കുമ്പിടിക്കായി അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് കഞ്ചാവ് കേസിന്റെ പരിശോധനയ്ക്കിടെ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയത്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. വേടനെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയാണ്. നമ്മളും സംശയിച്ചിരുന്നു അത് ആ പുലിപ്പല്ല് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ, ഇത് വേടന് സമ്മാനമായി കിട്ടിയതാണ്. പക്ഷേ സമ്മാനമായി കിട്ടിയതാണെങ്കിലും അത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് അത് ആ സമയത്ത് തന്നെ വനംവകുപ്പിന് കൈമാറേണ്ടിയിരുന്നു വേടൻ. പക്ഷേ സമ്മാനമായി കിട്ടിയ പുലിപ്പല്ല് അദ്ദേഹം അണിഞ്ഞു നടക്കുകയും പിന്നീട് ഫ്ളാറ്റിൽ അത് സൂക്ഷിക്കുകയും ചെയ്തു. അതാണ് അന്ന് കഞ്ചാവ് കേസിന്റെ പരിശോധനയ്ക്കിടയിൽ പിടിച്ചെടുത്തത്. ഇപ്പോൾ അത് പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് വേടന് കുരുക്കാകുമല്ലോ അല്ലേ ശരൺ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും ഈ കേസ് വേടനെ സംബന്ധിച്ച് വലിയ കുരുക്കായി മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വരികയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് വേടന്റെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തി പിടികൂടുന്നു. അത് ലഹരിയുമായിട്ട്, അതായത് കഞ്ചാവാണ് പിടികൂടുന്നത്. ഇതിനൊപ്പം തന്നെ ആ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് വേടന്റെ മാലികയിൽ കോർത്ത ഒരു പുലിപ്പല്ല് കണ്ടെത്തുന്നത്. പിന്നീട് വനം വകുപ്പിനെ വിവരമറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി വേടനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ആ അറസ്റ്റ് വലിയ കോളക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. ധൃതി പിടിച്ചുള്ള അറസ്റ്റാണ് എന്നടക്കമുള്ള വിവാദമാണ് അന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ പ്രധാനമായും വനംവകുപ്പ് കാത്തിരുന്നത് ഈ പരിശോധനാ ഫലത്തിന് വേണ്ടിയാണ്. ഈ പുലിപ്പല്ല് പരിശോധിച്ചത് അത് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ ആണ്. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. അത് പോസിറ്റീവ് ആണെന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്. അതായത് ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട് വച്ചുകൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കൂടി വനംവകുപ്പ് കടക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് നേരത്തെ വേടനെതിരെ ചുമത്തിയിരുന്നത്. ഒന്ന് ഹണ്ടിങ് ആണ്. ഇതിന് പുറമെ തന്നെ നിയമവിരുദ്ധമായിട്ട് ഇത് കൈവശം വെച്ചതിന്റെ വകുപ്പാണ്. അതിൽ ഹണ്ടിങ് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പായ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായിട്ട് കൈവശം വച്ചതിന്റെ വകുപ്പ് അത് ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുക. എന്തായാലും ഈ വകുപ്പിനെ കുറിച്ച് വനവകുപ്പ് പറയുന്ന 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ കൈവശം ഉണ്ടായിരുന്നപ്പോൾ തന്നെ, അതായത് വേടന്റെ കൈവശം ഈ പുലിപ്പല്ല് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇത് ആരാണ് കൈമാറിയെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ വനവകുപ്പിന് ലഭിച്ചിരുന്ന വിവരം ഇത് രഞ്ജിത്ത് കുമ്പിടി എന്നുള്ള തമിഴ്നാട് സ്വദേശി ഒരു പ്രവാസിയാണിത് കൈമാറിയെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് അനുസരിച്ച് വനവകുപ്പ് വലിയ രീതിയിലുള്ള പരിശോധനകളിലൊക്കെ തന്നെ പോരുന്നതാണ്. പ്രത്യേകിച്ച് ഈ വേടന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു, ഫോൺ പരിശോധിക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ തന്നെ പരിശോധിച്ചിട്ടും ഈ രഞ്ജിത്ത് കുമ്പിടിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ് വനവകുപ്പ് പറയുന്നത്. അങ്ങനെ രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കുറ്റപത്രം കോടതികൾ സമർപ്പിക്കുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് വേടന കുരുക്കായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം ഇതിപ്പോൾ ലാബ് റിപ്പോർട്ടാണ്. ഇനി ആ ലാബ് റിപ്പോർട്ടിനെ കോടതിയിൽ ചോദ്യം ചെയ്യൽ സാധ്യമല്ലല്ലോ. ആകെയുള്ള ഒരേ ഒരു വഴി തനിക്ക് സമാനമായി കിട്ടിയതാണ്. സമാനമായി കിട്ടിയത് പക്ഷേ ഒരു നിരോധിത വസ്തുവാണ്, നിയമവിരുദ്ധ വസ്തുവാണ് എന്ന് വേടൻ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് നിയമവിരുദ്ധ പ്രവൃത്തിയിൽ നിന്ന് അതിൻ്റെ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയല്ല ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ. അതാണ് വേടന് കുരുക്കായിട്ട് മാറാൻ സാധ്യതയുള്ളത്. എന്തായാലും നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല എന്നൊക്കെയുള്ളത് ഇനി നിലനിൽക്കാനുള്ള സാധ്യതയുമില്ല. ആ അർത്ഥത്തിൽ വേടന് കുരുക്ക് മുറുകുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്താ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൾക്കാരൊക്കെ സമ്മാനമായിട്ടേ ചില സാധനങ്ങളൊക്കെ കൊണ്ടുതരുന്ന സമയത്ത് അതെടുത്ത് പോക്കറ്റിലെടുത്ത് വെക്കരുത്. ആ എടുത്തു വയ്ക്കുന്ന സാധനം എന്താണ് എന്നുള്ളത്, അത് നിരോധിത വസ്തുവാണോ, അത് നിയമവിരുദ്ധമായ വസ്തുവാണോ എന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഇവിടെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഒരുപാട് സെലിബ്രിറ്റികൾ ഇതേപോലെ പുലിപ്പല്ലൊക്കെ ഇട്ട് നടക്കുന്നതായിട്ട് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ചില രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പുലിപ്പല്ലൊക്കെ ധരിച്ച മാലയൊക്കെ ധരിച്ചു വരുന്നുണ്ട്. വിവാദമായിട്ട് പുറത്തു വരുന്ന സമയത്ത് ഇത് പുലിപ്പല്ല, പ്ലാസ്റ്റിക് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പല്ലുകൾക്കൊന്നും ഒരു പരിശോധനയുമില്ല. വേടന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത പുലിപ്പല്ലിൽ മാത്രമാണ് പരിശോധനയുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും വളരെ കഷ്ടമായി പോയി എന്നല്ലേ പറയാനുള്ളൂ. അത് ഇനിയിപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകും. പ്രിയപ്പെട്ടവരെ, സമയം